ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വെച്ച ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/4 കിലോ വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കിതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. പിന്നെ വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ തീരെ കനം കുറയാത്ത രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ. ഇപ്പോൾ വെണ്ടയ്ക്ക എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക വറക്കാൻ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാ പൊടികളും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ നനവ് കൊണ്ട് ഈ പൊടികളെല്ലാം വെണ്ടയ്ക്കയിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. പെട്ടെന്ന് ഫ്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ചെറുതായിട്ട് വെള്ളം നനച്ചു കൊടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ വെണ്ടയ്ക്ക അതിൻ്റെ നനവ് കൊണ്ട് തന്നെ പൊടികളെല്ലാം വെണ്ടയ്ക്കയിൽ നല്ലതുപോലെ സ്റ്റിക്കായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ 2 വശവും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇത് മറിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ സാവകാശം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പതുക്കെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ആ ക്രിസ്പിനെസ് പോവാതെ 2 ദിവസം വരെ ഇത് നല്ല ഫ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് പോയെങ്കിൽ തന്നെ എണ്ണ ഉപയോഗിക്കാതെ പാനിൽ ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക സ്പെഷ്യൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കൂടാതെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ബാച്ചിലേഴ്സിനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്